ഹലോ, നമുക്ക് കുറച്ച് കക്ക ഇട്ടിട്ടുണ്ട് കേട്ടോ, മുഴുവൻ കക്ക ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പുഴുങ്ങി തണുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് പൊടിച്ചെടുക്കാൻ പോവുകയാണേ. അപ്പോൾ കുറച്ച് ഫ്രൈ ചെയ്യണം, പിന്നെ ബാക്കിയുള്ള കുറച്ച് ഉരുളക്കിഴങ്ങ് ഇട്ട് വറുത്തരച്ച് കറി വെക്കാമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് പൊടിച്ചെടുക്കട്ടെ. കക്ക ഇറച്ചി നല്ലപോലെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. എടുക്കട്ടെ. നെല്ലിപ്പുളിയൊക്കെ എനിക്ക് കടയിൽ പോയി വന്നിട്ടാണ് കറി വെക്കാൻ പറ്റും. ഹലോ, അപ്പോൾ നമ്മൾ കക്കിറച്ചി ഇവിടെ ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട ഉരുളക്കിഴങ്ങ് അരിഞ്ഞെടുക്കണം. തേങ്ങ വറക്കാനായിട്ട് ചിരണ്ടി എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ചായ കുടിക്കട്ടെ കേട്ടോ. ചായ അല്ല, കാപ്പിയാണേ. അങ്ങനെ ഇത് കാപ്പിടി കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇത് കറി വെക്കാനുള്ള ഇത് ആരംഭിക്കുവാണേ. അപ്പോൾ കക്കിറച്ചിയും പിന്നെ ഉരുളക്കിഴങ്ങും മുരിങ്ങക്കോലും ഇട്ട് വറുത്തരച്ച് വെക്കാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട തേങ്ങ ചിരണ്ടി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് രാത്രിയിലത്തേക്കാണ് കേട്ടോ. ഉച്ചത്തേക്ക് വേറെ കറി ഉണ്ടായിരുന്നു. അപ്പോൾ സൺഡേ സ്പെഷ്യലായിട്ട് വേറെ ഒന്നും വാങ്ങണ്ടെന്നൊക്കെ ഓർത്തുകൊണ്ടിരുന്ന കേട്ടോ. അപ്പോഴാണ് മോള് കക്കയും കൊണ്ട് വന്നത്. അങ്ങനെ അപ്പോൾ കക്കിറച്ചി വറുത്തരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ഫ്രൈയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ തേങ്ങ ചിരണ്ടി എടുത്ത് വറക്കാനായിട്ട് ഇടുവാണ് കേട്ടോ. അപ്പോൾ തേങ്ങയുടെ കൂടെ ഒരു 2 ചുവന്നുള്ളി ഇടുന്നുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കറിക്ക് വേണ്ട ഉരുളക്കിഴങ്ങും മുരിങ്ങക്കോലും അരിഞ്ഞെടുക്കുവാണ്. അപ്പോൾ അത് തേങ്ങ ഒരുവിധം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് തണുക്കാനായിട്ട് മാറ്റി വെച്ച് തന്നിട്ട് ആ ഉരുളിയിൽ തന്നെ നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കുവാണ്. പാകത്തിന് വെള്ളവും കക്കിറച്ചിയിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് പാകം നോക്കിയിട്ട് വേണം ഉപ്പിടാനായിട്ട്. അപ്പോൾ കുറച്ച് ഉപ്പിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത് കഷ്ണങ്ങൾ വേവിക്കാൻ വെച്ചു. പിന്നെ നമ്മുടെ കക്ക ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇതേ കഷ്ണങ്ങൾ ഒരുവിധം വെന്തിട്ടുണ്ട്. അങ്ങനെ അത് ഇറക്കി വെച്ചതിന് ശേഷം നമ്മുടെ കക്കിറച്ചി സ്റ്റൗവിലേക്ക് കയറ്റിയിട്ടോ. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് ഒന്ന് ഫ്രൈ ആവാൻ വെച്ച്. അപ്പോഴേക്കും ഇത് നമ്മുടെ തേങ്ങ വറുത്ത് വെച്ചത് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അരപ്പ് നേരെ വെന്ത കഷ്ണങ്ങളിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ആ മിക്സിയിലെ ജാറപ്പം തന്നെ കഴുകാൻ കൊണ്ടുപോയി വെച്ചു കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ട വെള്ളവും പിന്നെ ഒരു 2-3 കഷ്ണം കുടംപുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും കക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് മുളക് പൊടിയും ചേർത്തൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഒന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം ഇറക്കി വെച്ച് പിന്നെ സ്റ്റൗ ഒന്ന് തുടച്ചതിന് ശേഷം നമ്മുടെ കറി അടുപ്പത്തേക്ക് കയറ്റുവാണ്. അപ്പോൾ ഞാൻ ആ പാത്രം തേക്കാൻ പോയി. അപ്പോൾ ഇത് അവിടെ കക്കിറച്ചി ടേസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാവരും കൂടി. പിന്നെ ഇത് വൈകുന്നേരത്തേക്ക് കുറച്ച് അരി ഇടണം കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ കുക്കറിൽ 1 ഗ്ലാസ് അരിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ആ അരി കഴുകി ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ആശ്വാസത്തോടെ ഒരു നിപ്പുണ്ട് കേട്ടോ. എന്താണെന്നറിയാമോ, എൻ്റെ വൈകുന്നേരത്തെ എല്ലാ പണിയും ഇതോടുകൂടി ചോറും കൂടി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പണിയെല്ലാം തീരും. ആ ഒരു നിപ്പാണ് കേട്ടോ കണ്ടത്. അപ്പോൾ നിൽക്കാൻ വരട്ടെ, കറിയൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ ഉപ്പ് നോക്കി വന്നപ്പോഴേക്കും കറിക്ക് ഉപ്പ് കുറച്ച് കുറവുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
അങ്ങനെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം കറി വാങ്ങി വെക്കുവാണ്. എന്നിട്ട് നമ്മുടെ അരിയുടെ കുക്കർ സ്റ്റൗവിലേക്ക് കയറ്റുവാണ് കേട്ടോ. അപ്പോൾ ഇതോടുകൂടി എൻ്റെ എല്ലാ ജോലിയും കഴിഞ്ഞു. അപ്പോൾ ഇത് ചോറ് ഉള്ള അരി ഇട്ടിട്ടുണ്ട്, കറി റെഡി ആയിട്ടുണ്ട്, ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നവർ ബൈ.